ഒന്നിലധികം സിനിമകൾ ഒരുമിച്ച് റിലീസാവുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളി പാക്ഡ് ആയിരിക്കും. രാവിലെ 10 മണിക്കൊരു ഷോ, വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം, അത് കഴിഞ്ഞ് അടുത്ത ഷോ ഉച്ചയ്ക്ക്, അത് കഴിഞ്ഞ് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയം, അത് കഴിഞ്ഞ് അടുത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സിനിമ മുടങ്ങുക, അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രിൻറ്റ് അല്ലെങ്കിൽ ഷോ തുടങ്ങാൻ ലേറ്റ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പ്ലാനിങ് തകിടം മറിയും. അങ്ങനെ ഇന്ന് 4 ടിക്കറ്റ് എടുത്ത് തിയേറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടി അവസാനം ഞാൻ കണ്ട സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. 3D റിലീസാവുന്ന സിനിമയാണ്. 3D കിട്ടാൻ വേണ്ടി ആദ്യം അവിടെ ബുക്ക് ചെയ്തു, ആ ഷോ ക്യാൻസലായി. ഇവിടെ ചെന്നു, ഇവിടെ നിന്ന് 2D ആണ്, അതുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നു. അങ്ങനെ ഓടി വന്ന് അവസാനം 2D കണ്ടു എന്ന് പറയുമ്പോൾ ഷോ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ കണ്ട പടം, കഥപ്പടം, ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ് മാൻ. ഒരു നാടും നാട്ടുകാരും വിശ്വാസങ്ങളും കുഞ്ഞു കുഞ്ഞു കഥകളും ഒക്കെ ആയിട്ട് സിനിമ നല്ല രസമായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെയുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പുസ്തകമാണ് TD രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഫ്രാൻസിസ് ഇട്ടിക്കോര. വിശ്വാസങ്ങളും ചരിത്രവും സയൻസും ഒക്കെ കൂടി മിക്സായിട്ട് അവസാനം നിങ്ങളിത് ഏത് ലോകമാണ് എന്ന് ആലോചിച്ച് പോകും. ആ റേഞ്ചിലുള്ളൊരു പുസ്തകമാണ്. അതിപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു പുസ്തകമാണ്. അത് നമുക്ക് വേണ്ടി ഒരാൾ വായിച്ചു തരികയാണെങ്കിൽ അത് എളുപ്പമല്ലേ. കുക്കു FM-ൽ ഫ്രാൻസിസ് ഇട്ടിക്കോര അവൈലബിൾ ആണ്. മാത്രമല്ല MTയുടെ കുട്ടേടത്തി, ഓപ്പോൾ, അജിതയുടെ ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനെ തുടങ്ങി അനവധി വിഭാഗങ്ങളിലായി ഒത്തിരി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അവർ നമുക്ക് വേണ്ടി കഥ വായിച്ചു തരികയാണ്. അതിനോടൊപ്പം അതിനൊരു സിനിമാറ്റിക് എഫക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകർ. ആൻഡ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 7 ദിവസത്തേക്ക് കുക്കു FM-ൻ്റെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് സൗജന്യമാണ്. 1-2 ഫീച്ചേഴ്സ് അല്ല, 1-2 ദിവസത്തേക്കല്ല, 7 ദിവസത്തേക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും സൗജന്യമായിട്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, 7 ദിവസത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് മുഴുവൻ എൻജോയ് ചെയ്യുക. അത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അപ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഇനി നമ്മൾ അജയൻ്റെ രണ്ടാം മോഷണത്തിലേക്ക് തിരികെ വരുമ്പോൾ ടൊവിനോയെക്കുറിച്ച് പറയാതെ, പുള്ളിയെ 2 വാക്കെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അയാൾ ഇട്ടിരിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. കളരി പഠിച്ചത്, അതുപോലെ അഭിനയം, അതെന്തോ അവർ ട്രെയിൻ ചെയ്തു എന്നൊക്കെ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ടൊവിനോയുടെ പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളില്ലെന്നും പുള്ളി മെച്ചപ്പെടാതിരിക്കുകയായിരുന്നു എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ടൊവിനോ പെർഫോമൻസുകൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. 3 ക്യാരക്ടേഴ്സിനും ഈ ലാർജർ ദാൻ ലൈഫ് എന്നല്ല പറയുന്നത്, ലാർജർ ദാൻ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. കാരണം ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് അമ്മൂമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലത്തെ ഒരു റേഞ്ചിലാണ് ഈ ക്യാരക്ടേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ അത്രയും ലൗഡായിട്ട് നിൽക്കണം. എന്നാൽ അതേസമയം ഇത് കോമാളികളി ആവാനും പാടില്ല. അതിനെ നല്ല ക്ലീൻ ആയിട്ട് പുള്ളി പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടെന്ന് തോന്നിയതും പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നിയതും ഈ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എനിക്കൊന്ന് അവർ എൻറ്റയർ സിനിമ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത് മണിയനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ആ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് ടൊവിനോ ഇട്ടിട്ടുള്ള എഫേർട്ട് സമ്മതിച്ചു കൊടുക്കണം. അതുമായിട്ട് അജയന് യാതൊരു ബന്ധവുമില്ല. ഈവൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഈ ഇടിക്കുമ്പോഴും അതുപോലെ ചവിട്ട്, അതുപോലെ ഒഴിഞ്ഞുമാറൽ, ഈ സംഭവങ്ങളൊക്കെ ഇതുപോലും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആ രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട്. ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് തിളങ്ങാനുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കളരിയുടെ കുറേ കാര്യങ്ങൾ, അത് സംവിധായകനടക്കം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഇവർ ഒരു ട്രാപ്പിലൂടെയൊക്കെ പോകുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പം ഈ കാലെടുത്ത് വെക്കുക എന്ന് പറയില്ലേ, ഇയാൾ ഓരോ ചുവടും സാധാരണ നടക്കുമ്പോൾ പോലും അയാളൊരു അഭ്യാസിയാണ്. എങ്ങനെ തള്ളിയിട്ടാലും അയാൾ താഴെ വീഴില്ല എന്ന് പറയുന്ന അതുപോലും അവർ പിടിച്ചു പോയിട്ടുണ്ട്. സമ്മതിച്ചു കൊടുക്കണം. ആൻഡ് പ്രധാനപ്പെട്ട പോസിറ്റീവ് വിഷ്വൽസ് ആണ്. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് 3Dയിൽ കാണാനത് ഒരു നഷ്ടമായി പോയി എന്ന് 2D കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അതിൻ്റെ ഒരു ലൈറ്റിങ്, കളറിങ്, ഒരു ഡെപ്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇത് 3Dയിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് കടുത്ത നിരാശ തോന്നുമായിരുന്നു ആ സമയത്ത് ഇരുന്നിട്ട്. ഇത് 3D കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ആൻഡ് VFX സൈഡിലേക്ക് വരുമ്പോഴും ഇവർ ഗ്രീൻ മാറ്റ് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന, കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ബാക്കി സിനിമകളൊക്കെ കാണുന്നതുകൊണ്ട് ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്തെടുത്തതാണ്. പക്ഷേ ആ കഥ പറച്ചിലിൻ്റെ ഒരു ഫ്ലോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മറികടക്കുന്നുണ്ട്. ഒരു മലയാളം സിനിമയിൽ യൂസ് ചെയ്യുന്ന VFX ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനന്ദനാർഹമായിട്ടുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഓരോ സീനും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പൊയ്ക്കൊണ്ടിരുന്നത് എന്തായിരിക്കും ഈ ഡയറക്ടർ വിഷ്വലൈസ് ചെയ്തത് എന്നുള്ളതാണ്. ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ, എനിക്ക് ഉറപ്പാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷ്വലിൻ്റെ 10% നമ്മൾ കാണുന്നുള്ളൂ. കാര്യം ഓരോ ഫ്രെയിമിൽ ഈ കുതിരയും സൂര്യനും ടൊവിനോയും കൂടി വരുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്.
എനിക്ക് തോന്നുന്നത് ഒത്തിരി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു വേറെ ലെവലിൽ ഇപ്പോൾ ചെയ്ത മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, വേറെ എന്തൊക്കെയോ അത് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓരോ ഷോട്ടും ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഡയറക്ടർ എങ്ങനെയായിരിക്കും ഇത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പുള്ളിക്ക് കുറേയും കൂടി റേഞ്ചിൽ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഞാൻ ആ ആംഗിളിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും എനിക്ക് വിഷ്വൽ ഗംഭീരമായിട്ട് തോന്നി. പിന്നെ പറയേണ്ടത് ഓഡിയോ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. ഇങ്ങനൊരു സിനിമയ്ക്ക് ഓരോ മൂഡും ബിൽഡ് ചെയ്ത് പോകുമ്പോൾ അതിനെ എങ്ങനെയാണോ ഫോളോ ചെയ്ത് പോകേണ്ടത് അത് അതുപോലെ പോയിട്ടുണ്ട്. വളരെ രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കഥയിലേക്ക് വരുമ്പോൾ ഈ കഥയിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു അത്ഭുതകരമായ കാര്യമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഓണത്തിന് റിലീസാവുന്ന സിനിമകളുടെ എക്സ്പെക്റ്റേഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ സിനിമയുടെ ട്രെയിലർ ഡീകോഡിങ് ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ആ വീഡിയോ സിനിമ കണ്ടതിന് ശേഷം ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തുകൊണ്ടാണ് വലിയ ത്രില്ലൊന്നും ഫീൽ ചെയ്യാതിരുന്നതെന്ന്. പക്ഷേ ആ കഥ പറച്ചിലിൻ്റെ രീതി ഉണ്ടല്ലോ, ആ ഒഴുക്കുണ്ടല്ലോ, അത് മനോഹരമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇതിഹാസങ്ങളിൽ പുസ്തകങ്ങളിലുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എത്രയോ തവണ കേൾക്കുന്നതാണ്. അതിപ്പം മതം പഠിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞും കേട്ടിട്ടുണ്ടാവും, സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ പുതിയൊരു സിനിമയിൽ അത് വേറെ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. ആ ഒരു സുഖമുണ്ടല്ലോ, ആ കഥ പറച്ചിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പെർഫോമൻസുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ചങ്ങായിയുടെ പേര് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമായി പോകും എന്നെനിക്ക് തോന്നി. ഇതിനകത്ത് ഇതര ഭാഷകളിൽ നിന്നുള്ള അഭിനേത്രിമാരുണ്ട്, അഭിനേതാക്കളുണ്ട്, എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്, ആരും മോശമാക്കിയിട്ടില്ല. പക്ഷേ സുരഭി ലക്ഷ്മിയെക്കുറിച്ച് പറയാതെ കാര്യം, മണിയനും അവൻ്റെ പെണ്ണും തമ്മിലുള്ളൊരു കോമ്പിനേഷനുണ്ട്, അതിൻ്റെ ഒരു തീവ്രതയുണ്ട്. അത് അത്രയും ഗംഭീരമാക്കി മാറ്റുന്നതിൽ സുരഭിയുടെ പങ്ക്, അയ്യോ എൻ്റെ പൊന്നു ചങ്ങായി, നിങ്ങളെക്കുറിച്ച് പറയാതെ ഒരു ദിവസം പോലും മുന്നോട്ട് വിടില്ല എന്ന് നിങ്ങൾക്ക് വല്ല വാശിയുണ്ടോ? അത്ര ഗംഭീരമായിട്ടാണ് സുരഭി വന്നിട്ടുള്ള. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സുരഭിയുള്ള സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ സുരഭിയുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാരക പെർഫോമൻസാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിലുണ്ട് മണിയൻ ചെയ്തു കൂട്ടിയതിനും മുഴുവനുള്ള പ്രേരകമാവുന്ന തീ. അടിപൊളി. ആൻഡ് ഫൈറ്റ് സീക്വൻസിലേക്ക് വരുമ്പോൾ എനിക്ക് കേളുവിൻ്റെ ഫൈറ്റ് ഒരുപക്ഷെ കുറേ അധികം ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഒരു പഞ്ചായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ചില ഫിനിഷിങ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, സ്കൾ ക്രഷിങ് പരിപാടികളൊക്കെ, അവിടെ കുറച്ചും കൂടി ഇമ്പാക്റ്റ് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരു പിടുത്തമുള്ള പോലെ, പക്ഷേ മോശമാക്കിയിട്ടില്ല. ആൻഡ് മണിയനെക്കുറിച്ച് വീണ്ടും പറയുന്നു, മണിയൻ്റെ ഫൈറ്റ് സീക്വൻസുകളാണ് ഈ സിനിമയിൽ എൻ്റെ ഫേവറേറ്റ് ഫൈറ്റ് സീക്വൻസുകൾ എന്ന് പറയുന്നത്. കളരിയൊക്കെ വളരെ രസമായിട്ട് തന്നെ അവർ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് മണിയനായിരുന്നു ഈ കഥയിലെ കീ എന്ന് പറയുന്നത്. അവിടുന്ന് അയാളുടെ തൊട്ട് മുമ്പിലെ ജനറേഷന് ഒരു ചെറിയ സ്റ്റോറിയും കൂടി ബിൽഡ് ചെയ്ത് അതിൻ്റെ പിന്നിലത്തെ ജനറേഷന് മറ്റൊരു സ്റ്റോറിയും കൂടി കൊടുത്ത് അങ്ങനെ ചെയ്താന്ന് തോന്നി. ഈ സിനിമയുടെ എസെൻസ് എന്ന് പറയുന്നൊരു സംഭവം ഇരിക്കുന്നത് മണിയൻ്റെ സ്റ്റോറിയിലാണ്. അയാളാണ് യഥാർത്ഥ വിപ്ലവകാരി. അത് പറയുമ്പോൾ ഈ സിനിമയുടെ പൊളിറ്റിക്സ് പറയണം. സിനിമയിലൂടെ അവർ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു സർട്ടിൽ ലെയറിലാണ് പോകുന്നത്. അതിനെ വളരെ ലൗഡാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു എൻ്റർടൈനർ സിനിമ, മാക്സിമം കളക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നൊരു ഉദ്ദേശമൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് താഴ്ത്തി പിടിക്കേണ്ടി വരും. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ പറഞ്ഞത്രയും അവർ നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാജഭരണത്തെക്കുറിച്ച്, രാജാക്കന്മാരുടെ ചതികളെക്കുറിച്ച്, പിന്നെ ഇന്നും നിലനിന്ന് പോരുന്ന ഒരുപാട് ആചാരങ്ങളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്. ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഈ ജാതി വാൽ മുറിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ സിനിമയിലുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കൂ. ആ കോൺവെർസേഷൻ എഴുതിയ ആളുടെ തിരക്കഥാകൃത്തിൻ്റെ പേരിൻ്റെ അവസാനം വാലുണ്ട്. ആ വാലവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് വാല് മുറിക്കുന്നത് ഒരു വിപ്ലവമല്ല എന്നയാൾ പറയുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. കാരണം ഇത് വെട്ടി മാറ്റിയിട്ട് പരിപാടിയൊന്നുമില്ല. വെട്ടി മാറ്റിയാൽ നിങ്ങളെ തിരിച്ചറിയും. അതാണ് ഈ ജാതിയുടെ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇത്രയും സ്പൂൺ ഫീഡിങ് വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. അജയൻ്റെ ഒന്നാം മോഷണം, രണ്ടാം മോഷണം എന്നൊക്കെ ഇത് കാണിക്കുന്നതും അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇത് ഇന്നർ മീനിങ് ആയിട്ട് പ്രേക്ഷകൻ വായിച്ചെടുക്കാൻ അയാളെ അനുവദിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പ്രേക്ഷകരും കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് എന്ന് പറയുന്ന പോലത്തെ ചില സീനുകൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ച് അല്ലാത്തൊരു ലെയറിൽ നിൽക്കുമ്പോഴാണല്ലോ അതിനൊരു സുഖം ഉണ്ടാവുക. അടുത്ത കാര്യം, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മണിയൻ ഒഴികെയുള്ള സീനുകളിൽ എനിക്കൊരു ഇഴച്ചിൽ ഫീൽ ചെയ്തു. കുറേയും കൂടി അത് ഷോർട്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മണിയൻ്റെ ബ്രില്യൻസ് ആണ് നമ്മളിനി അൺലോക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള അന്വേഷണത്തെ ഒന്നും നമുക്ക് ഈ പറയുന്ന ഒരു ത്രില്ലോ കാര്യമൊന്നും തോന്നുന്നില്ല. ബേസിൽ വന്നിട്ടുള്ള കുറച്ച് ഹ്യൂമർ സംഭവങ്ങളൊക്കെ അവർ വർക്കൗട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്കത് വലിയ ഹ്യൂമറായിട്ട് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ബേസിലിൻ്റെ ഇതിനു മുമ്പുള്ള പെർഫോമൻസുകളൊക്കെ പരിഗണിക്കുമ്പോൾ. പക്ഷേ ഒരു കുഴപ്പമില്ലാത്ത ലെയറിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ മണിയൻ എന്ന് പറയുന്ന അയാളുടെ സ്റ്റോറി, അയാളുടെ ബ്രില്യൻസ്, അതിൻ്റെ പൂട്ട് തുറക്കാനുള്ള ഒരു സംഭവം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സീനുകളിലേക്ക് പോകുമ്പോൾ അതിനൊരു സുഖമില്ല. പക്ഷെ അതൊന്നും അങ്ങനെ പരിഗണിക്കേണ്ട അളവിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇത് നിങ്ങൾ വേഗം പറയൂ എന്ന് പറയുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കും. എൻ്റെ ആകെ മൊത്തത്തിൽ അവരിട്ടിരിക്കുന്ന എഫേർട്ടിന്, അവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ വിഷ്വൽ
പരിപാടിക്ക് ആൻഡ് ആ കഥ പറച്ചിൽ രീതിയുടെ ഒരു രസത്തിന് തീർച്ചയായും ഇത് തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് 2D കണ്ടു എന്നുള്ളതുകൊണ്ട്, അതായത് ഒരു പ്രാവശ്യം കണ്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സിനിമ രണ്ടാമത് കാണാതിരിക്കില്ല. എനിക്കിത് 3Dയിൽ കാണണം. 3D അവരെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ 3D ബുക്ക് ചെയ്തിരുന്നതാണ്, അവസാന നിമിഷമാണ് അത് ക്യാൻസലായി 2D ആയത്. അപ്പോൾ വിനിത തിയേറ്റർ ആയിരുന്നു. അവർ 3D പൈസയും 2D പൈസയും തമ്മിലുള്ള ഡിഫറൻസ് ആളുകൾക്ക് കൗണ്ടറിൽ നിന്ന് ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു പോസിറ്റീവ്, തിയേറ്ററിനെ കുറിച്ച് ഒന്ന് പറയണമല്ലോ. ഈ ആളുകൾ 2D സിനിമ കാണുന്നതിൻ്റെ പ്രൈസ് എത്രയാണോ അത് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് കൗണ്ടറിൽ നിന്ന് വാങ്ങി വരുന്നത് വരെ അവർ സിനിമ പ്ലേ ചെയ്ത് തുടങ്ങിയില്ല. കുറച്ച് സമയം കൊടുത്തു, ഒരു 10 മിനിറ്റ് അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ തിരിച്ച് തിയേറ്ററിൽ കയറിയതിന് ശേഷമാണ് സിനിമ തുടങ്ങിയത്. അതും എനിക്ക് തിയേറ്ററിനെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നി. ആൻഡ് എല്ലാം കൊണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിനെ വിലയിരുത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ ഇന്ത്യൻ സിനിമ വാണിജ്യ വിജയം ഉണ്ടാക്കുന്ന, കോടികൾ കിലുങ്ങുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ അത് ബോളിവുഡ് എന്ന് പറയുന്ന ഒരു ചിന്തയുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ നെഞ്ചത്ത് ചെക്ക് വെക്കുന്ന സിനിമകളാണ് കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നും അവരുടെ ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലൊരു വലിയ ചെക്ക് വെക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ആസ് മലയാളീസ് നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മൂവ് തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ആൻഡ് ഈ പറഞ്ഞതെല്ലാം എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.